ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇനി വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പം നമ്മളിപ്പം 1/2 കപ്പ് അരിപ്പൊടി ആട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ അരിപ്പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി ഗീ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഗീ ചേർത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമായിട്ട് നമ്മളിതിലേക്ക് തേങ്ങ ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് തുടങ്ങിയ സമയത്ത് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പം ഇതിലേക്ക് ചേർത്തിട്ടുള്ള 1 കപ്പ് വെള്ളം, 1/4 കപ്പ് തേങ്ങ, 1/2 കപ്പ് അരിപ്പൊടി, നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയില്ലേ അതാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ഈ അരിപ്പൊടിയും തേങ്ങയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഈ ഒരു അരിമാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം മാത്രമാട്ടോ നമുക്കിത് അടച്ച് വെക്കാൻ വേണ്ടി പറ്റും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നോളും. ഇപ്പോൾ ഇതാ മാവൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നത് വരെ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറി കിട്ടണമെങ്കിൽ ഒരു 10 മിനിറ്റ് മതിയാവേ. നമുക്ക് കൈ വെച്ചിട്ട് തൊടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് ചൂടൊന്ന് ആറി വരട്ടെ. അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രം എടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കുക. വാഴയില വെച്ചിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ അരിമാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ. ഇനി നമ്മളിതായി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല വലിപ്പം വേണ്ട, ചെറുതായിട്ടുള്ള ഇതുപോലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് ഈ മാവ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു വാഴയിലേക്ക് മൊത്തത്തിലങ്ങ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉരുട്ടിയെടുത്ത ഈ ഒരു ബോൾസൊക്കെ നമ്മൾ ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. ഇഡ്ഡലി ചെമ്പാട്ടം എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടിയില്ല, 5-10 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിട്ട് വന്നോളേ. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി വീണ്ടും ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പീസ് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2.5 പീസൊക്കെ ഇട്ട് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ 2 പീസ് മതിയാവും കേട്ടോ. ഇപ്പോൾ 2 പീസ് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2-3 ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം നന്നായിട്ടൊന്ന് ഇളകി മിക്സായിട്ട് ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ ഉരുട്ടി വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു ബോൾസ് ഉണ്ടല്ലോ, അരിമാവിൻ്റെ ബോൾസ്, അത് ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ. ഇളക്കി എടുത്തിട്ട് ഒരു അരിമാവിൻ്റെ ഒരു ബോൾസിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു മധുരമൊക്കെ ഉണ്ടാവുമല്ലോ, അതങ്ങ് നന്നായിട്ട് പിടിച്ച് ഇതങ്ങ് കുറുകി വരണം. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വെച്ചിട്ടും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് പഞ്ചസാര വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട്. ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങ് കുറുകി കിട്ടിയാൽ മതി. ഇനി ഒരുപാട് അങ്ങ് കുറുകി കഴിഞ്ഞാൽ ഇതങ്ങ് നമ്മൾ കഴിക്കുന്ന സമയത്ത് പല്ലിലൊക്കെ അങ്ങ് ഒട്ടിപ്പിടിച്ച് പോട്ടാ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മളെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം ചായയുടെ കൂടെ ഇനി രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.